ഓരോ നമ്പറിനും പിന്നിൽ ഒരു കഥയുണ്ട്. ഓരോ കണക്കിനും പിന്നിൽ ഒരു മനുഷ്യന്റെ ജീവിതമുണ്ട്. പക്ഷേ ആഴത്തിലുള്ള വിവരങ്ങൾക്കിടയിൽ നിന്ന് ആ കഥയെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഡേറ്റയ്ക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യ ശബ്ദം നൽകുക? നമുക്കതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കേണ്ടത്. ഇതൊന്ന് നോക്കൂ. ഇതൊരു രാഷ്ട്രീയ റിപ്പോർട്ടാണ്. നിറയെ കണക്കുകളും സാങ്കേതിക വിവരങ്ങളും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി ഇതാണ്: ഈ സങ്കീർണമായ വിവരങ്ങളെ എങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കഥയാക്കി മാറ്റാം? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? തീർച്ചയായും നമ്മുടെ കയ്യിലുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് തന്നെ. അതായത് നമ്മുടെ കഥയുടെ അടിത്തറയായ ആ സങ്കീർണമായ വിവരങ്ങളിൽ നിന്ന്. ഇത് ആറന്മുള റിപ്പോർട്ടിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ജനസംഖ്യ, വികസനത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തികാവസ്ഥ, വോട്ടിംഗ് രീതികൾ. ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ വെറും അക്കങ്ങളല്ലേ? ഇതിൽ നിന്ന് എന്ത് കഥയാണ് കിട്ടുക? അതാണ് യഥാർത്ഥ വെല്ലുവിളി. ഈ ഡേറ്റയുടെ കാട്ടിൽ വഴിതെറ്റാതിരിക്കാൻ നമുക്കൊരു വഴികാട്ടി വേണം. കൃത്യമായ നിയമങ്ങളുള്ള ഒരു ചട്ടക്കൂട്. നമ്മളതിനെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കും. വെറുതെ വിവരങ്ങളെടുത്ത് വിളമ്പുകയല്ല, അതിനെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ ബ്ലൂ പ്രിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്. അതായത് സാങ്കേതിക പദങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കും. ഡാറ്റാ സെറ്റ് എന്നതിനു പകരം വിവരങ്ങൾ എന്നു പറയും. വർക്ക്ഫ്ലോ എന്നതിനു പകരം പ്രക്രിയ എന്ന് പറയും. കാരണം നമ്മുടെ ലക്ഷ്യം സംസാരിക്കുന്നത് വിദഗ്ധരോടല്ല, സാധാരണ മനുഷ്യരോടാണ്. ഇനി ഈ ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ നോക്കാം. സഹാനുഭൂതിയുള്ള കഥ പറച്ചിൽ, ഉറവിടത്തോടുള്ള സത്യസന്ധത, പിന്നെ നിഷ്പക്ഷമായ വിശകലനം. ഇതിൽ ഇന്ത്യൻ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന തത്വം വിവരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെയും അന്തസ്സ് നിലനിർത്തുക, അവരുടെ സ്വകാര്യതയെ മാനിക്കുക, വ്യക്തമായ സമ്മതത്തോടെ മാത്രം വിവരങ്ങൾ ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളുടെ ഭാഗമാണ്. ശരി, അപ്പം നമ്മുടെ കയ്യിൽ ഡേറ്റയുണ്ട്, അതിനെ നയിക്കാൻ ഒരു ബ്ലൂ പ്രിന്റുമുണ്ട്. ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം, അല്ലേ? ഡേറ്റ ഒരു കഥയായി മാറുന്നത് നമുക്ക് നേരിട്ട് കാണാം. ആദ്യം നമുക്ക് ഈ വോട്ടിംഗ് കണക്കുകൾ എടുക്കാം. 2011, 2016, 2021 വർഷങ്ങൾ കഴിയുന്തോറും വോട്ട് വിഹിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. വെറുതെ നോക്കുമ്പോൾ ഇതൊരു പട്ടികയിലെ കുറച്ച് ശതമാന കണക്കുകൾ മാത്രം. എന്നാൽ നമ്മുടെ ബ്ലൂ പ്രിന്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്: ആ നമ്പറുകൾക്ക് പെട്ടെന്നൊരർത്ഥം വരുന്നു. അത് വെറും വോട്ട് ഷെയർ അല്ല, മറിച്ച് ഒരു ജനതയുടെ മാറുന്ന രാഷ്ട്രീയ ചിന്തകളുടെയും തീരുമാനങ്ങളുടെയും കഥയായി മാറുന്നു. അപ്പോൾ വിഷയം അക്കങ്ങളല്ല, മനുഷ്യരാണ്. ഇനി മറ്റൊന്ന് നോക്കാം. ഇത് ജനങ്ങളുടെ പരാതികളാണ്. തകർന്ന ബസ് സ്റ്റാൻഡ്, മലിനമായ പുഴ, വറ്റിയ കിണറുകൾ. ഇവയൊന്നും വെറും ലിസ്റ്റിലെ ഓരോ ഐറ്റമല്ല. ഇതോരോ ദിവസവും അവിടുത്തെ മനുഷ്യരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇവിടെയും ആ മാറ്റം നമുക്ക് കാണാം. പരാതികളുടെ ഒരു ലിസ്റ്റിനെ നമ്മളൊരു സമൂഹത്തിന്റെ നെഞ്ചിടിപ്പായി മാറ്റുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ നമ്മൾ തൊട്ടറിയുന്നു. അതാണ് സഹാനുഭൂതി. അപ്പോ ഈ പ്രക്രിയയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഡേറ്റയിൽ നിന്ന് തികച്ചും പുതിയ, മാനുഷികമായ ഒരു ശബ്ദം രൂപപ്പെടുന്നു. വസ്തുതകളെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ. ആ ശബ്ദം കേൾക്കാൻ എങ്ങനെയിരിക്കുമെന്നോ? ഒരു ഉദാഹരണമിതാ. നിങ്ങൾക്ക് വെള്ളം തരുന്ന പുഴ കളകൾ കൊണ്ടടയുമ്പോൾ തകരുന്നത് പൈപ്പുകൾ മാത്രമല്ല, അതൊരു വാഗ്ദാനമാണ്. കണ്ടില്ലേ? കോലറിയാർ പുഴയുടെ പ്രശ്നം എന്നത് വെറുമൊരു സാങ്കേതിക വിഷയമല്ല, അതൊരു വൈകാരിക പ്രശ്നമായി മാറുന്നു. അതായത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ഇതായിരുന്നു: സങ്കീർണമായ വിവരങ്ങളെ എല്ലാവർക്കും മനസ്സിലാവുന്ന, ഹൃദയത്തിൽ തൊടുന്ന ഒരു ആശയവിനിമയമാക്കി മാറ്റുക, ആളുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. ഇനി ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഡാറ്റയെ കഥയാക്കുന്നത്? കാരണം വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിവരങ്ങൾ വ്യക്തവും സത്യസന്ധവുമാകുമ്പോൾ പൊതുസമൂഹത്തിന് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കാനും സാധിക്കുന്നു. ഇത് ഒരു മികച്ച ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ യാത്രയെ നമുക്ക് ഈ 5 ഘട്ടങ്ങളായി ചുരുക്കാം. സങ്കീർണമായ വിവരങ്ങളിൽ തുടങ്ങി ഒരു ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് അതിനൊരു മനുഷ്യകഥയാക്കി മാറ്റി അവസാനം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാക്കി തീർക്കുന്നു. ഇത് ഓർത്തുവെച്ചാൽ ഏത് സങ്കീർണമായ വിഷയത്തെയും ലളിതമാക്കാൻ നിങ്ങൾക്കും സാധിക്കും. അവസാനമായി ഒരു ചോദ്യം മാത്രം. ഇതുപോലെ എല്ലാ സങ്കീർണമായ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിലോ? ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലുമൊക്കെ അത് എന്തു വലിയ മാറ്റമായിരിക്കും കൊണ്ടുവരിക? ഒന്ന് ചിന്തിച്ചു നോക്കൂ.